സിസ്റ്റർ റാണി മരിയയുടെ വീരോചിത ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫീച്ചർ ഫിലിം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നവംബർ 17 തിയേറ്ററുകളിൽ എത്തുന്ന സാഹചര്യത്തിലാണ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സിനിമ കാണാനും സിനിമയ്ക്ക് പ്രചാരം നൽകാനും ക്ഷണിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പുമാർക്കും സീറോ മലബാർ സഭയുടെ മേജർ സുപ്പീരിയർമാർക്കും കത്തയച്ചിരിക്കുന്നത്. നവംബർ 17 റിലീസ് ചെയ്യുന്ന സിനിമയുടെ ബുക്കിംഗ് തുറന്നിട്ടുണ്ടെന്നും പരമാവധി ആളുകൾ ബുക്ക് ചെയ്ത് സഹകരിക്കണമെന്നും കർദിനാൾ അഭ്യർത്ഥിച്ചു. സിനിമയുടെ ബോക്സ് ഓഫീസ് റേറ്റിംഗിന് ആദ്യ ആഴ്ചത്തെ ടിക്കറ്റ് വിൽപ്പനയും ഓൺലൈൻ ബുക്കിംഗും നിർണായകമാണെന്ന് അനുസ്മരിപ്പിച്ച കർദിനാൾ പ്രസ്തുത സിനിമയുടെ റേറ്റിംഗ് ഭാവിയിൽ വരാനിരിക്കുന്ന കത്തോലിക്ക പ്രമേയത്തിൽ അധിഷ്ഠിതവും വിശ്വാസ സംബന്ധവുമായ സിനിമകളെയും ബാധിക്കുമെന്നും വ്യക്തമാക്കി. എല്ലാ സ്ഥാപനങ്ങളെയും കമ്മ്യൂണിറ്റികളെയും ഇടവകകളെയും യുവാക്കളെയും ഫേസ് ഓഫ് ദ ഫേസ്ലെസ് സിനിമയുടെ പ്രൊമോഷനു വേണ്ടി ക്ഷണിക്കുന്നതായും സിനിമയുടെ റിലീസിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഓൺലൈൻ ബുക്കിംഗിലൂടെ പിന്തുണ നൽകണമെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. ഉടനടിയുള്ള പ്രതികരണം പ്രതീക്ഷിക്കുന്നതായുള്ള വാക്കുകളോടെയാണ് കർദിനാൾ കത്ത് ഉപസംഹരിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ പീഡിത ജനതയ്ക്കായി ജീവിതം ബലിയാക്കിയ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയയുടെ ത്യാഗോജ്വലമായ ജീവിതം പ്രമേയമാക്കി ഒരുക്കിയ സിനിമയാണ് ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. 28 വർഷം മുൻപ് മധ്യപ്രദേശിൽ ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച് മൃഗീയമായി കൊല്ലപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച് കത്തോലിക്ക സഭയുടെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ചേർക്കപ്പെട്ട ഭാരത സഭയുടെ പ്രഥമ വനിതാ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഷൈസൻ പി ഔസേപ്പാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് ആണ് സിസ്റ്റർ റാണി മരിയയെ അവതരിപ്പിക്കുന്നത്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലാണ് സിനിമ പുറത്തിറങ്ങുന്നത്. പാരീസ് സിനി ഫിയസ്റ്റയിൽ ബെസ്റ്റ് വിമൻസ് ഫിലിം പുരസ്കാരവും കാനഡയിലെ ടൊറന്റോ ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഫിലിം പുരസ്കാരവും നേടിയതുൾപ്പെടെ 30-ലധികം രാജ്യാന്തര പുരസ്കാരങ്ങൾ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.